ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയ ആകാശത്ത് വീണ്ടും ഒരു മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്ന സൂചനയായി മാറിയിരിക്കുന്നു. 2026 ഫെബ്രുവരി 12 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ BNP പാർട്ടി നേടിയ തകർപ്പൻ വിജയം. 2024 ജനകീയ പ്രക്ഷോഭത്തിൽ ഷെയ്ഖ് ഹസീന നാടുവിട്ടപ്പോൾ അവിടെ അവശേഷിച്ചത് ഒരു ശൂന്യതയായിരുന്നു. എന്നാൽ ഇന്ന് ആ ശൂന്യത നികത്താൻ ലണ്ടനിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഒരാൾ മടങ്ങിയെത്തിയിരിക്കുന്നു: താരിഖ് റഹ്മാൻ. അമേരിക്കൻ നയതന്ത്രജ്ഞർ ഒരിക്കൽ അയാളെ വിശേഷിപ്പിച്ചത് ഡാർക്ക് പ്രിൻസ് അഥവാ ഇരുണ്ട രാജകുമാരൻ എന്നായിരുന്നു. അഴിമതിയുടെയും അധികാര ദുർവിനിയോഗത്തിൻ്റെയും കഥകൾക്ക് പേരുകേട്ട ഇന്ത്യയുടെ കണ്ണിലെ കരടായിരുന്ന അതേ മനുഷ്യൻ ഇന്ന് ബംഗ്ലാദേശിൻ്റെ കടിഞ്ഞാൺ അയാളുടെ കൈകളിലാണ്. ധാക്കയിലെ ഈ അധികാരമാറ്റം ന്യൂഡൽഹിയിൽ ആശങ്കയുടെ കരിനിഴൽ വീഴ്ത്തുന്നുണ്ടോ? ആരാണ് യഥാർത്ഥത്തിൽ താരിഖ് റഹ്മാൻ? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ ശത്രുവിൻ്റെ ഉദയമാണോ? താരിഖ് റഹ്മാൻ്റെ കഥയറിയാൻ നമ്മൾ പിന്നിലേക്ക് സഞ്ചരിക്കണം. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അഥവാ BNPയുടെ സ്ഥാപകൻ സിയാവൂർ റഹ്മാൻ്റെയും മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെയും മകൻ. അധികാരം അയാളുടെ രക്തത്തിലുണ്ടായിരുന്നു. എന്നാൽ 2001 മുതൽ 2006 വരെയുള്ള ഖാലിദ സിയയുടെ ഭരണകാലമാണ് താരിഖിനെ വിവാദ നായകനാക്കിയത്. അന്ന് ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രം പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആയിരുന്നില്ല, മറിച്ച് ഹവാഭവൻ എന്നറിയപ്പെട്ടിരുന്ന താരിഖിൻ്റെ വസതിയായിരുന്നു. മന്ത്രിസഭയെ മറികടന്ന് തീരുമാനങ്ങൾ എടുത്തിരുന്നത് ഇവിടെയായിരുന്നു എന്ന് പറയപ്പെടുന്നു. അഴിമതിയുടെയും കൈക്കൂലിയുടെയും കേന്ദ്രമായി ഹവാഭവൻ മാറി. ഈ കാലഘട്ടത്തിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും നയതന്ത്രജ്ഞരും അദ്ദേഹത്തിന് ഡാർക്ക് പ്രിൻസ് അഥവാ ഇരുണ്ട രാജകുമാരൻ എന്ന വിളിപ്പേര് നൽകിയത്. 2004 അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് നേരെ നടന്ന ഗ്രനേഡ് ആക്രമണം, 24 പേർ കൊല്ലപ്പെട്ട ആ സംഭവത്തിന് പിന്നിലെ സൂത്രധാരൻ താരിഖ് റഹ്മാനാണെന്നായിരുന്നു അവാമി ലീഗിൻ്റെ ആരോപണം. പിന്നീട് കോടതി അദ്ദേഹത്തിന് ജീവപര്യന്തം തടവ് വിധിക്കുകയും ചെയ്തു. എന്നാൽ ചരിത്രം എപ്പോഴും വിജയിക്കുന്നവൻ്റെ പക്ഷത്താണ്. 2008 സൈനിക പിന്തുണയുള്ള കാവൽ സർക്കാരിൻ്റെ കാലത്ത് അറസ്റ്റിലായ താരിഖ് പിന്നീട് ചികിത്സയ്ക്കായി ലണ്ടനിലേക്ക് പറന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്തിയത്. 17 വർഷം അദ്ദേഹം പ്രവാസിയായിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ ഉരുക്കുമുഷ്ടിയിൽ BNP തകർന്നടിഞ്ഞപ്പോഴും കാതങ്ങളകലെ ലണ്ടനിലിരുന്ന് സൂം കോളിലൂടെ അദ്ദേഹം തൻ്റെ അണികളെ ആവേശഭരിതരാക്കി. 2024 ഓഗസ്റ്റ് 5 ബംഗ്ലാദേശിൻ്റെ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെട്ട ദിവസം. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ഷെയ്ഖ് ഹസീനയുടെ പതനം പൂർത്തിയായി. അതോടെ താരിഖ് റഹ്മാനെതിരെയുള്ള കേസുകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. 2025 അവസാനത്തോടെ ഒരു വീരനായകനെ പോലെ അദ്ദേഹം ധാക്കയിൽ തിരിച്ചെത്തി. ഇവിടെയാണ് ഇന്ത്യയുടെ നെഞ്ചിടിപ്പ് കൂടുന്നത്. എന്തുകൊണ്ട് ന്യൂഡൽഹി താരിഖ് റഹ്മാനെ ഭയപ്പെടുന്നു? ചരിത്രം പരിശോധിച്ചാൽ ഉത്തരം വ്യക്തമാണ്. താരിഖ് റഹ്മാൻ അധികാരത്തിലിരുന്ന 2001-2006 കാലഘട്ടം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിലെ ഏറ്റവും മോശം അധ്യായമായിരുന്നു. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ തീവ്രവാദികൾക്ക്, പ്രത്യേകിച്ച് ULFIക്ക് ബംഗ്ലാദേശ് ഒരു സുരക്ഷിത താവളമായിരുന്നു. 2004 ചിറ്റഗോങ് ആയുധക്കടത്ത് കേസ് തന്നെ ഇതിന് ഉദാഹരണം. 10 ട്രക്ക് നിറയെ ആയുധങ്ങളാണ് അന്ന് പിടികൂടിയത്. ഇത് ഇന്ത്യയിലെ വിഘടനവാദികൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ താരിഖിൻ്റെ കരങ്ങളുണ്ടെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നു. കൂടാതെ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പാകിസ്ഥാൻ അനുകൂല സംഘടനകളോട് BNPക്കുള്ള മൃദു സമീപനവും ഇന്ത്യയെ അസ്വസ്ഥമാക്കുന്നു. ഇന്ത്യ ഔട്ട് ക്യാമ്പയിനുകൾക്ക് ബംഗ്ലാദേശിൽ വേരോട്ടം ലഭിച്ചത് ഈ അടുത്ത കാലത്താണ്. ചൈനയുമായും പാകിസ്ഥാനുമായും അടുക്കാനുള്ള താരിഖിൻ്റെ താൽപ്പര്യം ഇന്ത്യയെ വരിഞ്ഞു മുറുക്കുന്ന ചൈനീസ് സ്ട്രിംഗ് ഓഫ് പേൾസ് തന്ത്രത്തിൽ ബംഗ്ലാദേശ് ഭാഗമാകുമോ എന്ന ആശങ്കയാണ് ന്യൂഡൽഹിയിൽ സൃഷ്ടിക്കുന്നത്. എന്നാൽ 2026 താരിഖ് റഹ്മാൻ പഴയ ഇരുണ്ട രാജകുമാരൻ തന്നെയാണോ? അതോ നീണ്ട പ്രവാസ ജീവിതം അദ്ദേഹത്തെ ഒരു പക്വതയുള്ള രാഷ്ട്രീയക്കാരനാക്കി മാറ്റിയോ? തിരിച്ചുവരവിന് ശേഷം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ബംഗ്ലാദേശ് ഫസ്റ്റ് എന്ന നയമാണ്. ഇന്ത്യയുമായി ശത്രുതയല്ല, മറിച്ച് തുല്യമായ അയൽപ്പക്ക ബന്ധമാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അധികാരമേറ്റ ഉടനെ അദ്ദേഹം നൽകിയ സന്ദേശം ശ്രദ്ധേയമാണ്. അയൽക്കാരെ മാറ്റാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. ഇന്ത്യയുമായി നല്ല ബന്ധം അത്യാവശ്യമാണ്. എന്നാൽ അത് ബംഗ്ലാദേശിൻ്റെ താൽപ്പര്യങ്ങൾ ബലികഴിച്ചുകൊണ്ടാവില്ല. ഇതാണ് താരിഖ് റഹ്മാൻ്റെ പുതിയ നിലപാട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വിജയത്തെ അഭിനന്ദിച്ചുകൊണ്ട് സന്ദേശമയച്ചത് ഒരു മഞ്ഞുരുക്കത്തിൻ്റെ സൂചനയാവാം. പഴയ കൈപ്പേറിയ ഓർമ്മകൾ മാറ്റിവെച്ച് ഒരു പുതിയ അധ്യായം തുടങ്ങാൻ ഇരു രാജ്യങ്ങളും നിർബന്ധിതരാവുകയാണ്. കാരണം ഇന്ത്യക്ക് ബംഗ്ലാദേശിനെ മാറ്റി നിർത്താനാവില്ല, ബംഗ്ലാദേശിന് ഇന്ത്യയെയും. ധാക്കയിൽ പുതിയ സൂര്യൻ ഉദിച്ചിരിക്കുന്നു. ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടം അവസാനിച്ചു. ഇരുണ്ട രാജകുമാരൻ എന്ന് വിളിക്കപ്പെട്ടയാൾ ഇന്ന് ബംഗ്ലാദേശിൻ്റെ ഭരണാധികാരിയാണ്.
ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഗ്നിപരീക്ഷയാണ് എന്ന് നാം ഓർക്കണം. അതുകൊണ്ട് തന്നെ നയതന്ത്രത്തിൻ്റെ പുതിയ പാഠങ്ങൾ ന്യൂഡൽഹിക്ക് പഠിക്കേണ്ടി വരും. അതിർത്തിയിലെ സുരക്ഷ, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം, തീവ്രവാദ ഭീഷണി, ഈ വിഷയങ്ങളിൽ താരിഖ് റഹ്മാൻ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി ദക്ഷിണേഷ്യയുടെ ഭാവി. ഒന്നുറപ്പാണ്, ബംഗ്ലാദേശ് ഇനി പഴയതുപോലെ ആയിരിക്കില്ല. കളി മാറിയിരിക്കുന്നു, കളിക്കാരും. ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യൻ. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക.